മാതാപിതാ ഗുരുർ ദൈവം എന്നാണല്ലോ ചൊല്ല്. മാതാവ്, പിതാവ്, ഗുരു, ഇത് കഴിഞ്ഞിട്ടേ ദൈവം പോലുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാതാവും പിതാവും അവിടെ നിൽക്കട്ടെ, അവർ കാണിക്കുന്ന പരിപാടികൾ കുറേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഗുരു, ദൈവവും അവിടെ കിടക്കട്ടെ. ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുട്ടി, ഒരു ശരാശരി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയത്തിലാണ്. ആ വിദ്യാലയത്തിലെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ ആണ് ആ കുട്ടിയുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത്. കുടുംബക്കാരെക്കാളും കൂട്ടുകാരെക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മുടെ ഈ പറഞ്ഞ സോക്കോൾഡ് ഗുരുക്കന്മാർക്ക് പറ്റും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ വളരെ ഭയാനകം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഈ അടുത്തായിട്ട് ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ളൊരു വീഡിയോ ഒന്നുമല്ല, ആദ്യമേ പറയട്ടെ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ പേര് XY എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് വ്യക്തമായിട്ട് മീഡിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 ടീച്ചർമാർ. അതിന് മുന്നേ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ തിരുവനന്തപുരത്ത് ഒരു നാസർ എന്ന് പറഞ്ഞ മറ്റൊരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകൻ, അയാളെ പിടിച്ചിട്ടുണ്ട്. ഇതേ സെയിം MDMA ആയിട്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി പേരാമ്പ്ര ഭാഗത്താണ് ഈ കംപ്ലൈൻറ്റുകൾ കുറേ കേൾക്കുന്നത്. അപ്പോൾ പേരാമ്പ്ര എന്ന് പറയുന്ന നാടിനെ മാത്രം അധിക്ഷേപിക്കാനോ ഞാനില്ല, മനസ്സിലായി. അത് കണ്ണൂർ, തലശ്ശേരി ഭാഗത്ത് ഒരുപാടുണ്ട്. മലബാർ ഏരിയയിൽ, മലബാർ ബെൽറ്റ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, ഷമീർ പറഞ്ഞ പോലെ മലബാർ ബെൽറ്റിലാണ് കൂടുതലായിട്ട് ഈ ഒരു വിഷയം കണ്ടുവന്നത്. കോഴിക്കോട്, മലപ്പുറം. ഇപ്പോൾ കൊച്ചി മലബാറിലൊന്നുമല്ല, പക്ഷേ കൊച്ചിയിൽ നിരവധി കേസുകളുണ്ട്. കൊച്ചിയാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് ഓഫീസ്. ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ ഹെഡ് ഓഫീസ് കൊച്ചിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നിരുന്നാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് വിശകലനത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ന്യൂസ്. പണം അയച്ചു കൊടുത്ത് ലഹരി കൈപ്പറ്റിയത് എന്നതിന് കോഴിക്കോട് വടകരയിൽ MDMA കേസിൽ പ്രതികളായ അധ്യാപികമാരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ്. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ, മരുതോങ്കര സ്വദേശി കീർത്തന എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഇരുവരുടെയും അക്കൗണ്ടിലേക്ക് പണം അയച്ചവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. മുഹമ്മദ് കൗസർ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. കൗസർ, ഇതെല്ലാം കണ്ടെത്തി തടയാൻ മുന്നിൽ നിൽക്കേണ്ട അധ്യാപികമാർ ഇതിന്റെ കണ്ണികളായി എന്നുള്ളത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. എന്തൊക്കെയാണ് അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് PG. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വടകര പോലീസ് നടത്തിയ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് എത്തിയത്. കാരണം ഈ ലഹരി സംഘത്തിന്റെ ഇടനിലക്കാരായി 2 അധ്യാപികമാർ പ്രവർത്തിച്ചു എന്ന കണ്ടെത്തലാണ് വടകര പോലീസ് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പേരാമ്പ്ര BRC ബ്ലോക്ക് റിസോഴ്സസ് സെന്റർ, അതായത് അധ്യാപികമാർക്ക് പരിശീലനവും ശില്പശാലയും ഒക്കെ ഒരുക്കി കൊടുക്കേണ്ട 2 അധ്യാപികമാരാണ് ഇപ്പോൾ 2 ആഴ്ചക്കിടെ വടകരയിൽ പിടിയിലായിരിക്കുന്നത്. അവർക്ക് ഈ ലഹരി സംഘവുമായി നേരിട്ട് ബന്ധമുണ്ട്, അതിന് തെളിവുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ലഹരി ലഹരി വാങ്ങാനായി എത്തുന്ന ആളുകൾ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിച്ചു നൽകിയത്. 5000-ഉം 10,000-ഉം അങ്ങനെ ഗഡുക്കളായി പണം എത്തിച്ചു നൽകുന്നു. ഇവർ പണം അയക്കുന്നത്, ഇവർ അയച്ചു കൊടുക്കുന്ന ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് 2 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്നത്. പിന്നീട് ഇവർ ലൊക്കേഷൻ, അതായത് ഈ എവിടെ എത്തിയാൽ ഈ ലഹരി MDMA കിട്ടും എന്നതിനുള്ള ലൊക്കേഷൻ ഈ 2 പ്രതികളും ഈ ലഹരി വാങ്ങാൻ എത്തുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി ഈ 2 പേർക്കും ലഹരി സംഘവുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. കീർത്തനയെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇന്നലെയാണ് കാവ്യയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കാവ്യയെയും പുറത്താക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ബ്ലോക്ക് ലെവൽ ഓഫീസർ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. കാവ്യയെയും വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ പുറത്താക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വടകര, കുറ്റ്യാടി, നാദാപുരം മേഖലയിൽ നിരവധി യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം ഈ സംഘത്തിന്റെ കണ്ണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്താൽ ഈ ആർക്കൊക്കെയാണ് ലഹരി മാഫിയ സംഘങ്ങളുമായി ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ബന്ധമുള്ളത്, ആരൊക്കെയാണ് ഇവരിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് ലഹരി കൈപ്പറ്റിയത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ പോലീസിൻ്റെ വലിയൊരു നേട്ടമായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല, മനസ്സിലായില്ലേ? അതായത് പോലീസ് ചെയ്തൊരു പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്, ഇതിപ്പോൾ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ്, നല്ലതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും സമൂഹത്തിൽ നിന്ന് ഈ സാധനത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന റൂട്ട് കോസ് അല്ല. ഇപ്പോൾ ടീച്ചറായി, ഡോക്ടറായി, അല്ലെങ്കിൽ പോലീസ് തന്നെയായി,
അതിൻ്റെ വേറൊരു സൈഡ് വശമുണ്ട്. ഈ കൊണ്ടുപോകുന്ന ഇത്രയും കിലോ കണക്കിന് സാധനം പിടിക്കുന്നതൊക്കെ സ്ട്രോങ് റൂമിൽ അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് അത് വേറൊരു ചോദ്യം, അതവിടെ കിടക്കട്ടെ. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ ഈ ഒരാളുടെ അക്കൗണ്ട് നോക്കി ആ അക്കൗണ്ടിലേക്ക് ആരൊക്കെ പൈസ ഇട്ടുന്നതെന്ന് അറിയാനൊന്നും എന്താ പറയുക CBI അല്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധിയൊന്നും വേണ്ട. അത് നോർമലായിട്ടുള്ള ചെക്കിങ്ങിൽ തന്നെ മനസ്സിലാവും. ഒരാളുടെ ഫോണിലേക്ക് എത്ര കോളുകൾ വന്നിട്ടുണ്ട്, അയാളുടെ അക്കൗണ്ടിലേക്ക് ആരൊക്കെ പൈസ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യത്തിന് ഇട്ട് എന്നുള്ളത് ഇട്ട ആളും പൈസ സ്വീകരിച്ച ആളും പറയേണ്ടിയിരിക്കുന്നു. അത് വേറെ വിഷയം. അത് പോലീസുകാർക്ക് നോർമലി ഇൻവെസ്റ്റിഗേഷനിൽ പിടിക്കും. ഇവിടുത്തെയുള്ള റൂട്ട് കോസ് എന്താ, റൂട്ടായിട്ടുള്ള ഒരു സോൾവ് ആകാത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടുന്ന് വന്നു. ഈ ടീച്ചർമാരും കണ്ണിയും ഈ ലഹരി മാഫിയമായിട്ടുള്ള കണ്ണിയും ചേർക്കലും വിളക്കലും എല്ലാം നടന്നോട്ടെ, ഒരു തെറ്റുമില്ല, പിടിക്കണം, എല്ലാവരെയും പിടിക്കണം. പക്ഷേ ഈ ലഹരി വരുന്ന വഴി എവിടെയാണ്? ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടോ? മെയിൻ ക്വസ്റ്റ്യൻസ് അല്ലേ അത്. ഇന്ത്യയിൽ ഗുജറാത്തിൽ മന്ത്ര പോർട്ടിലും അതുപോലെ അദാനിയുടെ ചില പോർട്ടുകളിലൊക്കെ ലക്ഷക്കണക്കിന് കിലോ, ടൺ കണക്കിന് സാധനം വരുന്നുണ്ട് പുറത്തുനിന്ന്. ഇത് സ്ക്രൂട്ട് ചെയ്യാൻ പോർട്ടുകളിൽ ചെക്കിങ് നടത്താൻ പോലീസിന് അവകാശമുണ്ടോ? അല്ലെങ്കിൽ അതിന് മേലെയുള്ള ഹയർ അതോറിറ്റീസ് പോർട്ടുകളിൽ വിശദമായ സ്കാനിങ് അല്ലെങ്കിൽ പോർട്ടുകളിൽ വിശദമായ ചെക്കിങ്. ഒരു പ്രാവശ്യം 2023-ലോ 2022-ലോ ഓർക്കുന്നില്ല, നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ മോനെ അറസ്റ്റ് ചെയ്തല്ലോ നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു കപ്പൽ നിറയെ ഓക്കെ ഏകദേശം 1 ടണ്ണ ഒരു മേലെ 1000 കിലോയോളം ഈ MDMA പിടിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു പേപ്പർ കാണിച്ചു കൊടുത്തു അവർ, അത് കമ്പനിയുടെ പേര് ഓർക്കുന്നില്ല, അവർ പേപ്പർ കാണിച്ചു കൊടുത്തത് ഇത് മെഡിക്കൽ യൂസിന് കൊണ്ടുവന്ന്, അത് ഇതന്നെയാണല്ലോ മെഡിക്കൽ യൂസ്, ഏത് ലഹരി. അപ്പോൾ മെഡിക്കൽ യൂസിന് കൊണ്ടുവന്നിട്ട് അവരെന്തോ അതിൽ നിന്ന് എസ്കേപ്പായി. അത് ഒരു അറസ്റ്റ് ചെയ്ത വാർത്ത വലിയ രീതിയിൽ വരികയും അതുപോലെ തന്നെ മുങ്ങിപ്പോയൊരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ബേസിക്കലി സൊസൈറ്റി ചോദിക്കേണ്ട ചോദ്യം, ഈ സാധനം എവിടെ നിന്ന് വരുന്നു? മെക്സിക്കൻ ഡ്രഗ് കാർട്ടിൽ എൽ മെൻജോയുടെ ഇപ്പോഴത്തെ വെടിയേറ്റ് മരിച്ച ഡ്രഗ് കാർട്ടൽ തലവൻ എൽ മെൻജോയുടെ ബ്രാഞ്ച് ഓഫീസുകൾ ബാംഗ്ലൂരും കർണാടകയിലും ഡൽഹിയിലും നോയിഡയിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ സംഭവത്തെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തികൾ നമ്മുടെ ഗവൺമെൻറ് വിങ്സിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പുറമേ കാണുന്ന ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള യൂസേഴ്സ്, ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ യുവാക്കളെയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടീച്ചർമാരെയോ മാഷ്മാരെയോ വാട്ട്സോ എവർ ആരെങ്കിലും പിടിച്ചതുകൊണ്ട് ആ ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് ഡീറ്റെയിൻ ചെയ്യിപ്പിക്കാം നമുക്ക്. ഈ ഒരു വ്യക്തി സംഭവമായിട്ട് ബന്ധം ഉണ്ടാവില്ല, ആ വ്യക്തിക്ക് പകരം വേറെ വ്യക്തിനെ ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് പിള്ളേർ ചെറിയ ഓർഗനൈസ്ഡ് ക്രൈമാണോ ഇത് വളരെ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ അടുത്ത ആൾക്കാരെ കണ്ടെത്തും. ഒരു ടീച്ചർ പോയാൽ അടുത്ത ടീച്ചറെ കണ്ടെത്തും, ഒരു മാഷ് പോയാൽ അടുത്ത മാഷെ കണ്ടെത്തും, ഒരു കുട്ടി പോയാൽ അടുത്ത കുട്ടിയെ കണ്ടെത്തും. അപ്പോൾ എൻഡ് യൂസേഴ്സിൽ ഒതുങ്ങാതെ ഇതിൻ്റെ ഹയർ അതോറിറ്റിയിലേക്ക് ഈ സാധനം എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, ഏത് ലാബിൽ ഇത് പ്രിപ്പയർഡായി. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, MDMA ആയാലും ബ്രൗൺ ഷുഗർ ആയാലും ഇത് ഏത് ലാബിൽ എവിടെ നിന്ന് ഉണ്ടാക്കി, ഇതെങ്ങനെ, ഇത് ഏത് സോഴ്സിലൂടെ നമ്മുടെ രാജ്യത്തെത്തി, ഈ സംഭവങ്ങളൊക്കെ പിടിച്ച് അതിൻ്റെ കടിഞ്ഞാണിട്ടിട്ടാണ്. ഇപ്പോൾ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാവപ്പെട്ട 2 ഇവരെ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 പേരുടെയും ജോലി എന്നേക്കുമായി പോയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന വാർത്ത പ്രകാരം ലഹരി വിറ്റ അധ്യാപകർ പഠിപ്പിക്കേണ്ട ഒരാൾ കീർത്തന എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിച്ച ആളെ മൊത്തമായിട്ട് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത് പിടിച്ച കാവ്യയെ ഈ പറഞ്ഞ പോലെ അന്വേഷണ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവരെയും പുറത്താക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പറഞ്ഞ പോലെ എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ നിന്ന് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ള സംഭവമാണ്. പിന്നെ ഒരു പ്രദേശത്തെ ടാർഗറ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല, യാതൊരു അർത്ഥമില്ല. ഞാൻ 2-3 വാർത്തകളും 2-3 ക്ലിപ്പുകളും കണ്ടു. പേരാമ്പ്ര, ഓക്കെ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിൻ്റെ അടുത്തുള്ള പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ പലതരത്തിലുള്ള വാർത്തകൾ,
ആ ഏരിയയിൽ നിന്ന് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ കൊച്ചി നോക്കൂ നിങ്ങൾ, കൊച്ചി പട്ടണം ഡെയിലി പിടിക്കുന്നില്ലേ? അങ്ങനെ ഒരു സ്ഥലത്തെ ഒന്നും അടച്ചാക്ഷേപിക്കുന്നതിൽ വസ്തുതാപരമായി ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കേസുകളുടെ എണ്ണം കൂടുതലാണ്, അത് കറക്റ്റാണ്. ആ വാർത്തയെ നമുക്ക് നോക്കാം. പേരാമ്പ്രയിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഒരുപാട് ആളുകൾ പിടിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, കാരണം പേരാമ്പ്രയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, നല്ല നല്ല ആളുകളായ ആളുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ. അവരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ MDMA കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ നിങ്ങൾ വെച്ച് പൊറപ്പിക്കരുത്. കാരണം അത് നാളെ നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കും എത്തിച്ചേരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിന് വന്നിട്ട് നാട്ടിനെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇത് ആയിട്ട് നടന്നാലേ നടക്കാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ അവർക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെയൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പൊ പിടിച്ചത് ടീച്ചറാണ്. ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഈ ടീച്ചർ ഇങ്ങനെ ചെയ്താൽ ഇത് നിങ്ങൾ വീട്ടിലേക്ക് എത്തൂലേ? അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണ്ടേ? ഇതിനെപ്പറ്റി പറയണ്ടേ? പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇവരൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് നൽകിയാണോ വേണ്ടത്? ഇപ്പം ഇവരെയും പിടിച്ചത് അറിയാലോ, ഇവരും പേരാമ്പ്രക്കാരനാണ്, ചാലിക്കര സ്വദേശിയാണ്. ഇവന്റെ കൂടെ പിടിച്ചത് വയനാട്ടിലുള്ള ഒരു സ്ത്രീയാണ്, കണ്ണൂരാണ് താമസം. ഇവരും മയക്കുമരുന്ന് കച്ചവടത്തിലാണ് ഇവരെ പിടിച്ചത്. ജില്ലയുടെ അകത്തും പുറത്തും ബിസിനസ് നടത്തുന്നതാണ് എക്സൈസ് പറഞ്ഞത്. എന്നിട്ടും ഇവരെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പൊള്ളുന്നത്? എന്താണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്? പേരാമ്പ്രയിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഒരുപാട് ഇതേ പറഞ്ഞില്ലേ, ഒരു നാടിനെ ഒന്നും അങ്ങനെ അടിച്ച് ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ പേരാമ്പ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൂടുതലായിട്ട് ഇതിൻ്റെ കച്ചവടം ഉണ്ടെന്നും അങ്ങനെയൊന്നും പറഞ്ഞ് ഇപ്പം ഞാൻ കേട്ടു, പേരാമ്പ്രയിലെ കുറച്ച് കേസുകൾ പിടിച്ചത് കൊണ്ടാണിത്. അവിടെ ഒരാളെ പിടിക്കുന്നു, ഒരു ടീച്ചറെ പിടിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാളെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആണിനെ പിടിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലൈ ഉള്ള വേറെ ആളെ പിടിക്കുന്നു. ഈ പിടിക്കുന്നതല്ല യാഥാർത്ഥ്യം. പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിൽ ഡെയിലി എന്തോരം കിലോയാണ് പല ഭാഗത്തുനിന്നും പല ഏരിയയിൽ നിന്നും പിടിക്കുന്നത് എന്ന് വിചാരിച്ച് കൊച്ചി മോശമാണോ? സ്ഥലങ്ങളല്ല ഇതിൻ്റെ വിഷയം, സ്ഥലങ്ങളോ പിടിക്കുന്ന വ്യക്തികളോ അല്ല ഇതിലെ വിഷയം. ഈ സിസ്റ്റം, ഈ ഡ്രഗ് കാർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ഡ്രഗ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ചെറിയൊരു കളിയല്ല. ഇതൊരു ഓർഗനൈസ്ഡ് വെൽ പ്രൊഫഷണൽ മാനേജ്ഡ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ, തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 1000 പോലീസുകാർ ഇറങ്ങി ഒരു സ്ഥലത്ത് നിന്നാൽ തകരൂല. അവർ മറ്റേ സ്കൂട്ടറിലും കാറിലും കൊണ്ടുപോകുന്നത് മാറ്റും, ലോറിയിലും ട്രക്ക് ലോറിയിലും മീൻ കൊണ്ടുവന്ന ലോറിയിലേക്ക് മാറ്റും സാധനം. ഇവരിത് ഇങ്ങനെ നിർത്താൻ പോകുന്നു. ഇത് നിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഹൈ ക്വാണ്ടിറ്റിയിലുള്ള ഈ കെമിക്കൽ സപ്ലൈ തന്നെ നിൽക്കണം. മെഡിക്കൽ യൂസിന് ഡയറക്റ്റ് ലബോറട്ടറിയിലേക്കാണ് പോകേണ്ടത്. മെഡിക്കൽ യൂസിന് പോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടുന്ന് സപ്ലൈ ചെയിനിലേക്കല്ല പോകേണ്ടത്. വ്യക്തമാണ്. ഇവിടെ പല റിപ്പോർട്ടുകൾ പ്രകാരം മെക്സിക്കൻ ഡ്രഗ് കാർട്ടിൽ, അതുപോലെ നൈജീരിയൻ ഡ്രഗ് കാർട്ടിൽ ഗോവ കേന്ദ്രീകരിച്ചും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സപ്ലൈ നടക്കുന്നുണ്ട്. അത് നിർത്താൻ വേണ്ട പരിപാടികൾ ഏത് വിധേനയും തുടങ്ങിയാൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് ഇതിൻ്റെ പരിപൂർണമായ നാശം ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് ഈ ടീച്ചേഴ്സിനെ ഇപ്പോൾ പിടിച്ചെന്ന് പറയുന്നില്ല, അപ്പോൾ BRCയിലെ ഇവരെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് നോക്കാം. ഈ കീർത്തനയ്ക്ക് ശേഷം നമ്മൾ ഇവളെ വിളിപ്പിച്ചു, കാവ്യയെ വിളിപ്പിച്ചു. എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. ആർക്കെങ്കിലും ഇതിൽ പങ്ക് ഉണ്ടെങ്കിൽ അവർ ഉടനെ റിസൈൻ ചെയ്ത് പോയിക്കൊള്ളണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ സിസ്റ്റത്തിൽ നിൽക്കരുത്, കാരണം ഈ സിസ്റ്റത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈ സിസ്റ്റത്തിന് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇവളെ കൂട്ടുകെട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ പേഴ്സണലി വിളിച്ചു. അതായത് കാവ്യന എന്തെങ്കിലും കീർത്തനയായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് നീ പോകണം. അന്നേരം എന്നെ ടീച്ചറെ, ഞാനൊന്നും ഇവളായിട്ട് കൂട്ടുകെട്ട് സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ഇവരെല്ലാം ഡൈവോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ച് ആയതാണ്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. ഇവരെ പോക്കും വരവും ഒക്കെ ഒന്നിച്ചാ. അപ്പം നമ്മൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു അധ്യാപകരെ നമ്മൾ തെറ്റിദ്ധരിക്കുകയല്ലോ. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, ഇവർ എഗ്രിമെന്റ് തരും.
ഓരോ വർഷവും കോൺട്രാക്ട് പുതുക്കുമ്പോൾ നമുക്ക് എഗ്രിമെന്റ് തരാറുണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്ത് വരുത്തുന്ന പിന്നെ പോരായ്മകൾക്ക് ഇവർ കണക്ക് പറയുന്ന രീതിയിൽ, അതായത് അതിന് പിന്നെ എന്ത് നടപടിയും അവർക്കെതിരെ സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരുന്ന എഗ്രിമെന്റ് എല്ലാ വർഷവും അവർ തരാറുണ്ട്. സാധാരണമായ രീതിയിലൊരു കൈകകൾ, അതായത് ടീച്ചർ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധമുണ്ടോ നമുക്കൊരു ഐഡിയ ഇല്ല, ഇത് ഒരാളെ പിടിച്ചപ്പോൾ തന്നെ മറ്റേ ആൾ ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ടീച്ചർ പറയുന്ന പോലെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ടെന്ന് പറയാം. ഇതെന്താ മറ്റേ ചേട്ടത്തി അനിയത്തി ബന്ധമാണോ, കുടുംബ ബന്ധമാണോ? MDMA ബന്ധമല്ലേ? അവിടെയുള്ള മാഷ്മാരെ വ്യക്തമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആൾക്കാർ ഇതിലുണ്ട്, എത്ര മാഷ്മാർ അവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും എത്ര ആൾക്കാർക്ക് ഇവരിത് അവിടുന്ന് കൊടുക്കുന്നുണ്ടെന്നും. വെറും പൈസ ബാങ്കിലേക്ക് വാങ്ങുന്നത്, ഇവർ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് മാത്രമല്ല, ബാങ്കിലേക്ക് പൈസ വരുന്നത് മാത്രമല്ല, എത്ര ഇടപാടുകൾ ഇവർ നടത്തിയെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് വരും. പിന്നെ ഈ ടീച്ചർ പറയുന്ന പോലെ ഇവരിപ്പോൾ കൂലിത്തൊഴിലാളികളായി. സ്വാഭാവികം അവർക്കിപ്പോൾ അവാർഡ് എന്തെങ്കിലും കിട്ടിയതാ പറഞ്ഞ സംഭവമാണെങ്കിൽ ഞങ്ങളുടെ മക്കൾ ചെയ്തതാണിത്, ഞങ്ങളുടെ കുട്ടികളാണെന്ന് പറയായിരുന്നു. അപ്പോൾ നോർമൽ സൊസൈറ്റിയുടെ ഒരു മലർത്തിയടി പരിപാടിയാണത്. അതായത് പിന്നെ ഇവരെ പേരിൽ കേസ് വന്നു, ഇവർക്ക് ഇത് വന്നപ്പോൾ ഇവർ കൂലിത്തൊഴിലാളികളായി, ഡെയിലി വേതനത്തിന് വരുന്നതാണ്, കരാറിന് വന്നതാണ്. അവർ നമ്മുടെ ഒറിജിനൽ സ്റ്റാഫ് അല്ല, നമ്മുടെ ഒറിജിനൽ സ്റ്റാഫ് അങ്ങനെയല്ല. പിന്നെ വ്യക്തിപരമായിട്ട് അവർ ഡൈവോഴ്സാണ്. ഡൈവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുള്ള ഇതും കലക്കി കുടിക്കലല്ലേ. ഡെയിലി 3 നേരം ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുമ്പും ശേഷവും കലക്കി കുടിക്കുന്ന സാധനമാണല്ലോ ഇത്. ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരൊക്കെ ഡൈവോഴ്സ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, അവർ സമമായിട്ട് വിഷമമുള്ള ആളാണ്. കാവ്യയും ഡൈവോഴ്സാണ്, കീർത്തനയും ഡൈവോഴ്സാണ്. അപ്പോൾ അവർക്ക് തമ്മിലൊരു ആശ്വാസത്തിനുള്ള ബന്ധമാണ് അവർ തമ്മിൽ എന്നൊക്കെയാണ് പറയുന്നത്. ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറുടെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അത് കുറച്ച് ഫൗളയാണത്, ഒരു ഫിഷിയാണ് സംതിങ്. 2 അധ്യാപകരാണ് ഈ രീതിയിൽ ലഹരിക്കടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരു പിന്നെ എന്താ പറയാ, മുഴുവൻ സമയ അധ്യാപകരല്ല, കോൺട്രാക്ട് സ്റ്റാഫുകളാണ്. ഓരോ വർഷവും പുതുക്കുന്ന ആളുകളാണ്. അതിൽ ഒരാള് പ്രതിയാന്ന് അറിഞ്ഞപ്പോൾ 13-ാം തീയതി തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ആള് ഇന്ന് ടെർമിനേറ്റ് ഉത്തരവ് ഇറങ്ങും, ഇന്ന് ഇറക്കും. അതിന് മുൻപ് ഇങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇവര് ഈ 2 പേരും വലിയ ഗ്രൂപ്പായിട്ട് നടക്കാറുണ്ട്. അത് അവർ 2 ആളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് ഫാമിലി പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരൊന്നിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലാണ്ട് BRCയിൽ ഇവരെ പറ്റി അങ്ങനെ പരാതികളൊന്നും ഇല്ല. നേരത്തെ ഇവർ സ്കൂളിൽ കൃത്യമായി ഹാജരാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഈ കീർത്തനയ്ക്കെതിരെ കാവ്യക്കെതിരെയൊക്കെ പരാതി ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ കഴിഞ്ഞ ദിവസം കീർത്തനേന റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ കാവ്യക്കെതിരെ രക്ഷിതാക്കള് പരാതി ഉന്നയിച്ചിരുന്നു. അപ്പം നമ്മൾ അവിടെ പെട്ടെന്ന് ചെല്ലി രക്ഷിതാക്കളെടുത്തുനിന്ന് പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ട് അവളോട് വിശദീകരണം ചോദിച്ചു. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരാളെ പിടിച്ചു. അപ്പോൾ 2ാമത്തെ ആളോട് വിശദീകരണം ചോദിച്ചു. ഇതിന് മുന്നേ ഇപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ വന്നു അവർക്കെതിരെ. ഇവർ മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഹാജരാകുന്നില്ല, ഇവർ വളരെ ലീവൊക്കെ എടുത്തിങ്ങനെ പിന്നെ മിസ്സിങ് ഉണ്ട് ഒരുപാട്. ഇതൊക്കെ ഇപ്പോഴാണ് ഇവർക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഒരു കേസിൽ പിടിച്ചപ്പോഴാണ്. ഒരുത്തൻ വീഴാൻ വേണ്ടി കാത്തു നിൽക്കാൻ വേണ്ടി തലക്കടിക്കാന്ന് പറഞ്ഞ പോലെ ഒരുപാട് കേസുകളായി. എനിക്ക് തോന്നുന്നു ഇവരെ അവിടെ നിന്ന് ഇത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതെന്തിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണെന്നറിയില്ല. ഇപ്പം ശരിയാണ്, ലഹരി കേസ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേ ഇവരെ അങ്ങ് പുറത്താക്കി ഇവർക്ക് ഈ സ്കൂളുമായി ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആരൊക്കെയോ വ്യഗ്രത കാട്ടുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇനി അന്വേഷണം അധികം മുന്നോട്ട് പോകണ്ട, വേറെ ആരും ഇവിടെ ഇല്ല, ഇവർ മാത്രമേ ഉള്ളൂ, ഇവരെ പുറത്താക്കി സംഭവം കഴിഞ്ഞു, ക്ലീൻ ചിറ്റ് കിട്ടണം എന്നുള്ളൊരു തിരക്ക് കൂട്ടുന്നത് പോലെ നമുക്ക് ഈ ലേഡിയുടെ സംസാരം കണ്ടാൽ തോന്നും. ചിലപ്പോൾ നമ്മുടെ തോന്നൽ മാത്രം, എല്ലാത്തിനെയും അന്വേഷണാത്മകമായി
സംശയത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ സംശയം തോന്നുന്നതാവാം, നമുക്കറിയില്ല അത്. എന്നാലും എല്ലാവരും ഞെട്ടലോടുകൂടി അത് വിഷയം തന്നെയാണ്. നമുക്ക് ഈ വാർത്തയുടെ വേറൊരു സൈഡ് നോക്കാം. വാർത്തയാണ് പേരാമ്പ്ര BRC ബ്ലോക്ക് റിസോഴ്സസ് സെന്റർ, അതായത് അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ പരിശീലനം നൽകേണ്ട 2 അധ്യാപികമാർ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത്. മരുതോങ്കര സ്വദേശി കീർത്തന ഈ മാസം 11 ആദ്യം അറസ്റ്റിലാകുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം കീർത്തനയുടെ സഹപ്രവർത്തകയും BRCയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അധ്യാപിക കൂടിയായ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കാവ്യ, കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യയും കൂടി അറസ്റ്റിലാവുന്നു. ഈ 2 പേരും ഈ ലഹരി മാഫിയയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് എന്ന നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് വടകര പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ലഹരി ആവശ്യമുള്ള ആളുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. QR കോഡ് ഇവർ ഈ ലഹരി സംഘാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കും. അതുവഴി ഇവർക്ക് പണം നൽകും. ആദ്യം കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഹരി ആവശ്യമുള്ളവർ പണം അയച്ചു കൊടുക്കുന്നത്. അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്ന് കീർത്തന ആ പൈസ മുഴുവൻ മാറ്റുന്നത് കാവ്യയുടെ അക്കൗണ്ടിലേക്കാണ്. കാവ്യയുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകമായിട്ടും ലഹരി സംഘാംഗങ്ങൾ, ആവശ്യമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുക്കുന്നു എന്ന നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ അക്കൗണ്ട് പരിശോധിച്ചതിലൂടെ വടകര പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇവർക്ക് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ ഇവർക്ക് പിന്നിൽ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഉള്ളത്. ഈ പൈസ അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഈ ലഹരി, ഈ MDMA വെച്ചിരിക്കുന്ന സ്ഥലം അവർക്ക് ലൊക്കേഷനായിട്ട് അയച്ചു കൊടുക്കും. അവിടെ എത്തുമ്പോൾ മറ്റൊരാൾ അവർക്ക് ഈ ലഹരി കൈമാറും. ഇതാണ് ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി. അതുകൊണ്ട് ഇവർക്ക് പിന്നിൽ, അതായത് ഈ ലഹരി ഈ സംഘാംഗങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് കൈമാറുന്ന ആള് ആരാണ്, ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഈ MDMA എവിടെ നിന്നാണ് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഉടൻ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്നത്. 2 പ്രതികളെയും ഒരുമിച്ചും വെവ്വേറെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കഴിഞ്ഞ മാസം അവസാനം ഒരു 2 ഗ്രാം MDMA-യുമായി സഫ്വാൻ എന്നൊരു യുവാവ് വടകരയിൽ അറസ്റ്റിലായിരുന്നു. സഫ്വാനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ അധ്യാപികമാരിലേക്ക് അന്വേഷണം എത്തിയത്. സഫ്വാൻ പൈസ അയച്ചു കൊടുത്തത് കീർത്തന എന്ന അധ്യാപികയ്ക്കാണ്. പിന്നീടാണ് ഈ അധ്യാപികമാരിലേക്ക് അന്വേഷണം എത്തിയത്. അതോടൊപ്പം തന്നെ ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുത്ത ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പല യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഇവരുടെ കണ്ണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ പോലീസിനുണ്ട്. പക്ഷേ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് പരിശോധിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും ഒക്കെ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള തെളിവ് പോലീസിന്, അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അതിനെ അവിടെയുള്ള ആളുകളെ പിടികൂടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതികളെ 2 പേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ അന്വേഷിക്കുന്നത് ആരൊക്കെയാണ് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തത്, ടീച്ചർമാർക്ക് ആരൊക്കെയാണ് പൈസ അയച്ചു കൊടുത്തത്, ഇവരുടെ അടുത്ത് നിന്ന് ആരൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചത്. ശരി, അത് ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ആരൊക്കെ മേടിച്ചു, കുട്ടികളുണ്ടോ, വലിയ ആൾക്കാരുണ്ടോ, ശരി. അങ്ങനെ നിങ്ങളൊരു 50 ആളെ ലിസ്റ്റ് ഉണ്ടാക്കി, 50 ആളെയും പിടിച്ചു, അവർക്ക് ശിക്ഷ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, നാളെയും ഇത് ആവർത്തിക്കില്ലേ? ഇത് എവിടുന്ന് വന്നു? ഈ കീർത്തന അല്ലെങ്കിൽ കാവ്യ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആര്? ഒരാളുണ്ടോ, ഒരു വ്യക്തി ഉണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞു സഫ്വാൻ എന്നൊരിടത്തിൽ പിടിച്ചില്ല, അത് യൂസറാണ്, യൂസ് ചെയ്യുന്ന ആളെ പിടിച്ചത്. അവനെ പിടിച്ചപ്പോഴാണ് ടി വി പൈസ അയച്ചു കൊടുത്ത് പറഞ്ഞിട്ട് പിടിച്ചത്. അപ്പോൾ ഈ 2 പേരെയും കൺട്രോൾ ചെയ്യുന്നത് ആര്? ഇവരെ മേലെയുള്ള ആളെ കിട്ടും, അതിൻ്റെ മേലെ സപ്ലൈ ചെയ്യുന്നത് ആര്? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? ഇത് വന്ന സോസ്, ഇത് വന്ന കടപ്പുറം, അതായത് ഇത് വന്ന പോട്ട് കൊച്ചിയിലെ വീന്നത്ത് അദാനി പോർട്ടിലാണോ വന്നത്? അല്ല ഗുജറാത്തിലാണോ വന്നത്? അല്ല നോയിഡയിലാണോ വന്നത്? ആ വന്ന സ്ഥലം ആരാണ് ഇതിൻ്റെ ഇന്ത്യയിലെ സപ്ലയർ? അതെന്താ ഇവർ പിടിക്കാത്തത്? കാരണം എന്താണെന്നറിയോ? അതൊരു ബിഗ് ഷോട്ടായിരിക്കും. അതിപ്പറഞ്ഞ പോലെ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയക്കാരനായിരിക്കും അതിൻ്റെ പിന്നിൽ. അങ്ങോട്ടേക്കൊന്നും ഈ പോലീസ് മാമന്മാർ എത്തിക്കൂല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുക, അല്ലെങ്കിൽ പോലീസിന് ഇപ്പോൾ പറഞ്ഞല്ലോ ഓപ്പറേഷൻ തൂഫാൻ പോലീസിനെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടിട്ടുണ്ട്, ശരിയാണ്. ഇതുപോലെ പിള്ളേരെ പിടിക്കാൻ, ടീച്ചർമാരെ പിടിക്കാൻ ഏറിപ്പോയാൽ പോലീസിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അവരെയും പിടിക്കും. അല്ലാതെ ഈ യൂസേഴ്സിനെ അറസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിന് വേറൊരു എക്സാമ്പിൾ പറയാം, ഡ്രഗ് നടന്ന് കിട്ടാം. ഇപ്പോൾ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്, ഒരുപാട് കുടുംബം തകരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്ലോ പോയ പക്ഷേ മെല്ലെ ഡ്രഗ് പോലെ, സിന്തറ്റിക് ഡ്രഗ് പോലെ പെട്ടെന്ന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് കാലം എടുക്കും. അപ്പോൾ
ഈ സാധനം ഗവൺമെൻറ് ഇപ്പം ആൾക്കാരെ ഓരോ വലിക്കുന്ന ആൾക്കാരെ ഓരോ കുടിക്കുന്ന ആൾക്കാരെ പിടിക്കണോ? പിടിക്കില്ലല്ലോ. അവർക്കത് നിർത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് സപ്ലൈ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. നിന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇല്ലീഗലായിട്ട് ഈ ഡ്രഗ്സ് സപ്ലൈ നമ്മുടെ രാജ്യത്തേക്ക് ഇത്രയും ശക്തമായ കസ്റ്റംസ് അതോറിറ്റി ഉള്ള, ഇത്രയും ശക്തമായ ഇൻ്റലിജൻസ് ഉള്ള, ഇത്രയും ശക്തമായ പോലീസ് വിങ് ഉള്ള, ഇത്രയും ശക്തമായ മറൈൻ വിങ് ഉള്ള നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും നമ്മുടെ പോലീസിൻ്റെയും അറിവില്ലാതെ ഇത്രയും ടൺ കണക്കിന് സാധനം എത്തുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലെ രാജാവാണ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് വ്യക്തവും ശക്തവുമായിട്ട് ഇവിടെയുള്ള അധികാരികൾക്ക് അറിയാം. അധികാരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു SIക്കോ CIക്കോ DYSPക്കോ അറിയാൻ വയ്യില്ല. മേലോട്ടേക്ക് പോകുമ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇത് ആരാണ് ഇതിൻ്റെ സപ്ലൈ, ഇത് എവിടത്തേക്കാണ് സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അങ്ങനെ ഈ ഒരു കേസിനെടുത്തോ, ഇപ്പോൾ ഈ ടീച്ചർമാരെ പിടിച്ച കേസെടുത്തോ, ഈ ടീച്ചർമാർ ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത്, അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അവരെ മാനേജർ കിട്ടുമല്ലോ, കിട്ടും. ആ മാനേജർ പിടിച്ചാൽ അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കിട്ടുമല്ലോ, കിട്ടും. അവൻ എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്? കിട്ടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് പോർട്ടിലാണ് ഇത് ഇറങ്ങിയതെന്ന് പിടിക്കാൻ പറ്റും. പോലീസ് ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് പിടിച്ച് തെളിയിച്ച് അടക്കട്ടെ, വരുന്ന വഴി അടക്കട്ടെ. അപ്പം നമുക്ക് കൈയടിക്കാം. അല്ലാതെ ഇപ്പം പറഞ്ഞ പോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ പെട്ട ആൾക്കാരെ ഇതിലൊന്നും തെറ്റുണ്ടെന്നല്ല. ഈ പിടിക്കുന്നതൊക്കെ വെരി ഗുഡ്. ഇതൊക്കെ പിടിക്കേണ്ടത് തന്നെയാണ്. എന്ത് ഡിവോഴ്സ് ആയാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊന്നും മറുപടി നേരത്തെ പറഞ്ഞതുപോലെ ഔഷധം കലക്കി കുടിക്കലല്ല. അത് കറക്റ്റാണ്. അത് സമൂഹത്തിൽ വ്യക്തമായ കൗൺസിലിങ്ങും ക്ലാസ്സുകളും അവയർനെസ്സും കൊണ്ട് തന്നെ അത് തടയാൻ പറ്റും. അതിനിടക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടീച്ചർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ടോ, അതിന്റെ ഒരു വീഡിയോ കൂടി മിസ്സായി പോയിട്ടുണ്ട്. അതും കൂടി കേട്ടത് പൂർത്തിയാവും. ഇതിൽ പറയുന്നത് മറ്റ് അധ്യാപകരെ കൂടി ഇതിൽ അന്വേഷണത്തെ പരിധിയിൽ വരണമെന്ന്, അങ്ങനെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമോ? അതെ, നമ്മൾ തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ ഭയം? ആരും തന്നെ മറ്റാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരു ഗ്യാങ് ആയിരുന്നു. നമ്മള് ഇതെന്താണ് ഇവര് ഗ്യാങ് ആയതെന്ന് നമ്മളിങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇവരെ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതിയത്. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ കരുതുമ്പോക്കെ എപ്പം ഫോണും ഒക്കെ വിളിക്കുന്നൊക്കെ കാണും. അപ്പൊ അതൊന്നൊക്കെ നമ്മൾ വരുമ്പോക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഫാമിലി പ്രശ്നം ആണ് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സൂംബ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഒരു ട്രെയിനർ ആയിരുന്നു കീർത്തന. അതെ, അവര് PET എന്താണ് ഈ കാര്യത്തിലൊക്കെ നല്ല അവഗാഹം. ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതൊക്കെ പ്രഹസനമാണ്. അതായത് ഇപ്പോൾ ഒരു പോലീസുകാരന് കൈക്കൂലി കൊടുക്കുമ്പോൾ പിടിച്ചു. അതിൻ്റെ അർത്ഥം ആ പോലീസുകാരൻ ദിവസവും ചെയ്യുന്നത് അനീതിയോ അക്രമമൊന്നുമല്ല. ആ പോലീസുകാരൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പോലീസുകാരൻ കള്ളനെ പിടിക്കും, പോലീസുകാരൻ കൊലപാതകയെ പിടിക്കും, പോലീസുകാരൻ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും, പോലീസുകാരൻ അവൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മനുഷ്യനാണ് പിള്ളേ. ഒരു കൈക്കൂലിയുടെ ആവശ്യത്തിൽ അയാൾ പെട്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഒരു കൈക്കൂലി കേസിൽ പിടിച്ച പോലീസുകാരൻ ജീവിതകാലം മൊത്തം കൊലപാതകയോ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവനൊന്നുമല്ല. എന്ന് പറഞ്ഞ പോലെ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറെ പണിയെല്ലാം എടുക്കും. ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവർ ഡ്രഗ് അടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിൽ നിൽക്കുന്നതല്ല. ഇത് എന്തൊക്കെ വാർത്തയാണോ? വാർത്താ ദാരിദ്ര്യമാണ്, മറ്റു കാര്യമില്ല. ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവർ ആ മുതലെടുക്കുന്നതാണ്. ആ പാവപ്പെട്ട ഹെഡ് ടീച്ചർ ആരാന്നറിയില്ല, അവരതിനനുസരിച്ച് മറുപടിയും കൊടുക്കുന്നു. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇതിലാകെയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ പെട്ടെന്ന് റിസൾട്ട് വന്നത്. അതുകൊണ്ടായിരിക്കും ഡൗട്ട്. പെട്ടെന്ന് ആക്ഷൻ. കഴിഞ്ഞ ആഴ്ച പിടിക്കുന്നു, ഈ ആഴ്ചത്തേക്ക് ഡിസ്മിസ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മദ്യപിച്ചിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ പിടിച്ചപ്പോൾ അവർക്ക് വെറും ഒരാഴ്ച സസ്പെൻഷൻ കൊടുത്തിട്ട് അവരെ വെറുതെ വിടുന്നു, ടീച്ചർമാരെ ഡിസ്മിസ് ചെയ്യുന്നു? ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ, അവർ തെറ്റ് ചെയ്തു. അപ്പോൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ടവരല്ലേ? ജനങ്ങളുടെ സ്വത്ത്. ഒരു പോലീസുകാരൻ്റെ പ്രാഥമികമായ ഒരു ഇതെന്താണ്, കർത്തവ്യം എന്താണ്? ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകൽ. നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരൻ തന്നെ സ്വത്ത് അടിച്ചു മാറ്റാനും ജീവൻ കളയാനും ശ്രമിച്ചു കഴിഞ്ഞാലോ? ഇവർക്കൊക്കെ ഡിസ്മിസ് കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് കൊടുക്കുന്ന സസ്പെൻഷൻ മാത്രമല്ലേ? അപ്പോൾ നീതി, ന്യായം, ധർമ്മം അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ വേണം. സ്ത്രീകളെ പിടിച്ചൊരു അപ്പാട് അവരെ പുറത്താക്കലും
ജെൻസിനെ പിടിച്ചു കഴിഞ്ഞാൽ വേറെ നിയമമൊന്നും അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. നെക്സ്റ്റ് വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.